ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഓരോരോ സന്തോഷങ്ങളുണ്ടാവില്ലേ? ചിലവർ ക്രിക്കറ്റ് കളിക്കാൻ പോകും, ചിലർ പന്ത് കളിക്കാൻ പോകും, ചിലർ ഫിഷിംഗ് ആണ് ചിലവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഹോബി. അപ്പോൾ എൻ്റെ മകൻ്റെ ഒരു ബാഗ് തുറന്ന് നോക്കിയാൽ കാണുന്ന സാധനങ്ങളാണ് ഇതിനകത്തിരിക്കുന്നതെല്ലാം കേട്ടോ. തെറ്റാലിയുണ്ട്, അതിന് അത് കയ്യിൽ ഇതാകാനുള്ള ഇതുണ്ട്, പിന്നെ ഗ്ലൗ ഉണ്ട്, അങ്ങനെ എനിക്ക് പേരൊന്നും അറിയില്ല. അതുപോലത്തെ സാധനങ്ങളെല്ലാം ആയിട്ടാണ് ഇവൻ്റെ പോക്ക്. പിന്നെ ആർട്ടിഫിഷ്യൽ കുറേ മീനെ പറ്റിക്കാനായിട്ടുള്ള കുറേ ആർട്ടിഫിഷ്യൽ മീനുകൾ കുറേ ഇപ്പോഴും മേടിക്കുക. അത് മേടിക്കുക, പിന്നെ അത് മീൻ ചിലത് കഴിച്ചെടുത്തുകൊണ്ട് പോവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൻ എന്നെ പോക്കറ്റ് മണി കൊടുക്കും. പപ്പ ഡെയിലി പോക്കറ്റ് മണി കൊടുക്കും. അതെല്ലാം അവൻ സേവ് ചെയ്ത് വെക്കും. പിന്നെ അത് മാത്രമല്ല, ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സാധാരണ മക്കൾ കേക്ക്, ഡ്രസ്സ്, ഇതെല്ലാം പിള്ളേർക്ക് ഒരു സന്തോഷമാണ്. അവൻ നേരത്തെ പറയും, ഈ ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ട, അമ്മ എനിക്ക് തരാൻ ഉദ്ദേശിച്ച പൈസ എനിക്ക് തന്നേക്കണം, എനിക്ക് ചൂണ്ട മേടിക്കണം എന്ന് പറയും. അങ്ങനെയാണ് അവന് ഭയങ്കര ഒരു സന്തോഷമാണ് ഇത് കേട്ടോ. ആദ്യം എനിക്ക് പേടിയായിരുന്നു, ഈ വെള്ളത്തിലല്ലേ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, അവൻ്റെ സന്തോഷമല്ലേ, അവൻ പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. ഒന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ 24 മണിക്കൂറും ഈ മുറിക്കകത്ത് അടച്ചിരുന്ന് ഈ മൊബൈൽ കാണുകയും വേണ്ടാത്ത കൂട്ടുകെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ, അതിലൊക്കെ ഒത്തിരി നല്ലതാണ് മക്കൾക്ക് ഒരു ഹോബി, അതായത് നല്ലൊരു ഹോബികൾ, അതായത് കളിക്കാൻ പോവുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അമ്മമാർക്ക് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഇവൻ ചിലപ്പോൾ രാവിലെ, ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, അവൻ എൻജിനീയറിങ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇനി തേർഡിലോട്ട് ഒരു മാസത്തെ വെക്കേഷന് ശേഷം കയറണം അവന്. അപ്പം അല്ലാതെ തന്നെ അവൻ സാറ്റർഡേ സൺഡേ എല്ലാം ഈ മീൻപിടുത്തത്തിന് പോകുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഒന്നും അവനൊന്നും കിട്ടില്ല, നല്ലൊരു മടുപ്പില്ല, പിന്നെയും പോകും. അപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പം അവൻ നല്ല പ്രാക്ടീസ് ആയെന്ന് തോന്നുന്നത്. രാവിലെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പം ഇവൻ ആദ്യമൊക്കെ ഇത് നമ്മുടെ ഇവിടെ വീട്ടിൽ ആരും ആറ്റുമീൻ കഴിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവൻ കൊണ്ടുവരുന്നതൊക്കെ അപ്പുറം ഉള്ളവർക്കൊക്കെ കൊടുക്കും, അയൽവക്കത്തൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഇവൻ അങ്ങനെ ഇരിക്കുമ്പോൾ പപ്പയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, മോൻ വരാലൊക്കെ പിടിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങൾ പൈസ തന്നേക്കാം, അപ്പോൾ അവനൊരു പോക്കറ്റ് മണി ആവുമല്ലോ. അങ്ങനെ പറഞ്ഞ് ഇപ്പം ഇതിനൊക്കെ ആളുണ്ട് കേട്ടോ. ഇപ്പം ആൾക്കാർ വിളിക്കും, മോൻ വരാൽ കൊണ്ടുവന്നോ, പിടിച്ചു കൊണ്ടുവന്നോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ വിളിച്ചു ചോദിക്കും. അപ്പോൾ ഇതൊക്കെ അവന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ ഇവന് അത്യാവശ്യം ഒത്തിരി പൈസ കൊടുത്തില്ല എങ്കിലും ഇവർ അത്യാവശ്യം പോക്കറ്റ് മണിയായിട്ട് പൈസ കൊടുക്കും കേട്ടോ. കാരണം അവന് വലിയ ലാഭമൊന്നുമില്ല. കാരണം അവൻ മേടിക്കുന്ന ഓരോ ആർട്ടിഫിഷ്യൽ ഫിഷിന് 400 രൂപ, 200, 300 അങ്ങനത്തെയൊക്കെ വിലയുള്ള ആർട്ടിഫിഷ്യൽ ഇതുകളാണ് അവൻ മേടിക്കുന്നത്. തവളകളുണ്ട്, മീൻ അങ്ങനത്തെയൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ പക്ഷെ ഇങ്ങനെ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ അവൻ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണോ? താങ്ക്സ് ഫോർ വാച്ചിങ്.